അപ്പോൾ നമ്മളെല്ലാവരും തെയ്യം കാണാൻ പോയെന്ന്. ഉണ്ടൂസും ഉണ്ട് കേട്ടാ. വെയിലാണ് ഗൈസ്, ഭയങ്കര വെയിലാണ്. അനു നേരത്തെ പോയിട്ടുണ്ട് തെയ്യം കാണാൻ. എടാ വെക്കണം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോസ് ഒന്നും ഇടാനില്ല കേട്ടോ. കണ്ടന്റ് ക്ഷാമമാണ് ഗൈസ്, ഭയങ്കര കണ്ടന്റ് ക്ഷാമം. അപ്പോൾ ഇതാ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ തെയ്യവും കണ്ടിട്ട് വന്ന പരിപാടി ഇങ്ങോട്ടേക്ക് വരും. തെയ്യം കണ്ടാടാ അന്നദാനമെല്ലാം കഴിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. നല്ല അടിപൊളി ഉച്ചഭക്ഷണം എന്നെല്ലാം പറഞ്ഞു. അമ്പലത്തിലെ ഭക്ഷണം നല്ല ടേസ്റ്റല്ല. എങ്ങനെയാണ് ഇന്നലത്തെ ഭക്ഷണം സൂപ്പറായിരുന്നു. ഇന്നലെ കാഴ്ചയെല്ലാം കണ്ട് ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പ്രജിക്ക് ഷോർട്സ് എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടോ. എന്ത് എല്ലാതും പറഞ്ഞാ ഇവിടുന്ന് വീഡിയോസ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കണ്ണൂരത്തെ തെയ്യങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. നമ്മളെ കണ്ണൂർ ഇപ്പോൾ തെയ്യങ്ങളുടെ കാലമാണ്. 3-4 മാസമല്ലേ പ്രജി? അപ്പോൾ തെയ്യം കാണേണ്ടവരെല്ലാം കണ്ണൂരേക്ക് വന്നോട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടൂസും പിള്ളേഴ്സും ഒക്കെ മുമ്പിൽ നടക്കുന്നുണ്ട്. ഉണ്ട് ഒരു പ്രശസ്ത ബ്ലോഗറാണ് കേട്ടോ. ഉണ്ട് ലൈവ് ഇട്ടാന്നുണ്ട് ഒരു വീഡിയോ സക്സസ് ആക്കി. നഖം ഒറിജിനൽ അല്ല കേട്ടോ, ഒട്ടിച്ചതാണ്. നല്ല വെയിലുണ്ട്, എന്നാലും വേണ്ടിയില്ല തെയ്യം കണ്ടിട്ടിൻ്റെ കാര്യം. ഷോട്ട് വേണ്ടണേ. ഇവിടുന്ന് നമ്മളെ പുതിയ ഭഗവതി ക്ഷേത്രത്തിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. ഇതാ പ്രജിയെല്ലാം നടന്നു വരുന്നുണ്ട്. ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തരുമോ എന്ന് ചോദിച്ചിട്ട് നിൽക്കുകയാണ്. പിന്നെ അങ്ങനെ സംസാരിക്കില്ല. നമുക്ക് ഇവിടുന്ന് കുറച്ച് അടുത്താട്ടോ. നല്ല വെയിലാണെങ്കിലും നല്ല കാറ്റുണ്ടായോണ്ട് ചൂട് അങ്ങനെ അറിയുന്നില്ല കേട്ടോ. ഏടുന്ന് അങ്ങോട്ടും വ്ളോഗ് ഇങ്ങോട്ടും വ്ളോഗ്. വണ്ടി. കണ്ടന്റ് ക്ഷാമമാണ് ഗൈസ്. ഒരു ചാനൽ ഇത്രയും വളർത്തിയെടുത്തിട്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കുറേ നാളായി നമ്മൾ യൂട്യൂബ് നമുക്ക് ഒരുപാട് സപ്പോർട്ടായിരുന്നു. ഇപ്പം വീഡിയോസ് ഒന്നും ഇടാത്തതുകൊണ്ട് ഇതാ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നേ ഇല്ല വീഡിയോസ് ഒന്നും. സാരി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതാ പിള്ളേർ അച്ചൂടെ പൊടി മാറ്റുന്ന. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് ഏകദേശം എത്താനായി. ഇതിന്റെ ബാക്കിലാണ് ഉണ്ടൂസിൻ്റെ വീട്. അത് അംഗൻവാടി. ഞാൻ പോയിട്ടുള്ള അംഗൻവാടി ഞാനൊരു 2 വർഷം 3 വർഷം നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇവിടെ ഇതാ ഇത്രയും പെട്ടെന്ന് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയൊന്നും അറിഞ്ഞിട്ടാട്ടോ. ഇങ്ങനെ സംസാരിച്ച് നടക്കുന്നതുകൊണ്ട് നമ്മളെ LP സ്കൂൾ നമ്മൾ പഠിച്ച LP സ്കൂൾ ഇത് അടുത്താണ്. ഇവിടെ നമ്മളെ നാട്ടിലേക്കൂടെ നാട്ടിലൊരു ഉത്സവമെല്ലാം ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മറ്റേത് പരിപാടിക്ക് പോയാലും കിട്ടാത്തത്ര സന്തോഷമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിലെ വഴികളിലൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മൾ എവിടെ ഒരു ടൂറ് പോയാലും എവിടെ പോയാലും ഒരു കിട്ടാത്തൊരു സന്തോഷമാണ്. നമ്മൾ സ്കൂളിലേക്ക് നടന്നു പോയ വഴികളും നമ്മൾ പഠിച്ച സ്കൂളും
നമ്മളെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവം അതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ വർഷത്തിലൊരിക്കൽ എന്തായിട്ടും നമ്മുടെ നാട്ടിൽ ഉത്സവം ഉണ്ടാകുമ്പോൾ നമ്മൾ എത്താണ്ടൊക്കെ കേട്ടോ. മറ്റെന്തൊക്കെ മാറ്റി വെച്ചിട്ടാണെങ്കിലും നമ്മളെ നാട്ടിൽ ഉത്സവവും കല്യാണവും ഒക്കെയാണ്. ഇതാണ് നമ്മൾ പഠിച്ച സ്കൂളാട്ടോ. ആ കാണുന്നതാണ് 4ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച സ്കൂൾ, GLP സ്കൂൾ ചെറുവച്ചേരി. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. പുതിയൊരു ബിൽഡിങ് ബാക്കിൽ വന്നിട്ടുണ്ട്, അല്ലാണ്ട് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ പഠിച്ച് വളർന്ന സ്ഥലമാട്ടോ ഇതൊക്കെ. നമ്മളെ സ്കൂളിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല അല്ലേ. ഒരുപാട് ഓർമ്മകൾ 90കളിലെ കിഡ്സാണ് നമ്മൾ. കാരണം വെച്ചാൽ പറയാൻ വാക്കുകളില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ആ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫോണും TV-യും ഇതൊക്കെ ഉണ്ടായ ആ ഒരു പണ്ടത്തെ ആ ഒരു കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ, നമ്മളൊക്കെ കുട്ടിക്കാലം എന്ന് പറയുമ്പം അതാണ് ലാസ്റ്റ് എന്ന് തോന്നും. അതിനുശേഷം ഈ ഫോണും TV-യും ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലം ആസ്വദിക്കുന്നില്ല, ഫുൾ സ്ക്രീനിൻ്റെ മുമ്പിൽ. നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായി. ദേവശനോട് ഞാൻ നിൽക്കാൻ പറഞ്ഞാടാ. ഇവള് പിള്ളേർ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായി കേട്ടാ. ഇവിടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ദേവു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനാണെന്നുണ്ടല്ലോ. ഇപ്പൊ കൂട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. അപ്പം നമ്മളെ നീ എല്ലാം നടക്കൊക്കെ പോകുന്നത് വെച്ച സൈഡൊക്കെ വേണ്ട. ഞാൻ നിന്നോടെന്നാ പറഞ്ഞിനി, അതുപോലെ അനുസരിച്ചാൽ മതി. വിദേശി ഉണ്ട് ചേട്ടാ. കുറച്ച് സമയം പണിക്കോക്കില്ലേ പണിയുണ്ടാ ആരാ പിന്നെ നീ എന്തൊരു സാധനമാണ്. ഞാൻ ഇത്ര വിചാരിച്ചിട്ടില്ല. എപ്പോഴും ഞാൻ വിചാരിക്കും ഫോൺ വരെ എടുക്കാത്ത നിന്നെ വിചാരിക്കണ്ടോ. എന്നാലും ഞാൻ വിചാരിക്കും ഇത്രയും സാധനമായി. ഇപ്പം ഞാൻ ഇപ്പം അറിയുന്നു. ഇപ്പൊ ഒന്നും കാണലില്ല നിന്റെ ഞമ്മ കഴിഞ്ഞു. എന്നെ വിളിച്ചിന് കൊച്ചമ്മക്ക് ഈയനായി വാങ്ങാന്ന്. ഞാനിടാ ഒരാളാക്കി പറയാൻ വേണ്ടി എന്തോ വരാൻ കാത്തുന്ന ആൾ വരെ കയ്യിൽ വരാണ്ട് ഇറങ്ങി പോയിക്കോ.
ചേച്ചി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെ ഞാൻ ബേക്കിലതിന് എന്ത് ഭക്ഷണം കഴിക്കുന്നത് കാത്തുനിന്ന് കിട്ടിയോ? കാട്ടുന്ന് കാട്ടും.
ഇത്തോടെ പിള്ളേർ ഇപ്പൊ വരുന്നത്രയാ ഉച്ചക്കത്തെ തെയ്യെല്ലാം കഴിഞ്ഞ് നമ്മ വീട്ടിലേക്ക് തിരിക്കായി ഗൈസ്. ഫുഡിന്റെ വീഡിയോ എടുത്തില്ല. ഫുഡിന്റെ വീഡിയോ എടുത്തിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടിതാ ഒരു മണിക്കൂർ ക്യൂ നിന്നല്ലോ. 1 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഒന്നുമില്ലാണ്ട് പോയിട്ട് സ്റ്റേജിൽ പോയി അല്ല എന്താ പരിപാടി? ഞാൻ ഇത്രയും നേരം അവിടെ കാത്തു നിന്നിട്ട് നിങ്ങൾ എന്നെ കൂട്ടാണ്ട് വരില്ല? ഇവള് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ അവരോട് സംസാരിക്കാനിരിക്കും. പപ്പാടിനെ കണ്ടിട്ട് വർത്താൻ പറയാൻ. ഇതായിരുന്നു പേരുടെ അത് ഷോണിന്റെ ഷോണിമേൻ. ഇപ്പൊ നമ്മള് തെയ്യമെല്ലാം കഴിഞ്ഞു. തെയ്യം കഴിയണത്ര രാത്രിക്കാണ് ആറാടിക്കൽ ചടങ്ങെല്ലാം. ഉച്ചക്കത്തെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഭദ്രകാളീൻ്റെ പുറപ്പാട്, ഇതാണ് നമ്മുടെ ഭദ്രകാളി. ഭദ്രകാളീൻ്റെ പുറപ്പാട്, തൊണ്ടച്ചൻ ദൈവത്തിൻ്റെ പുറപ്പാട്, പിന്നെ ഇത് ചെയ്യണ്ടേ അവിടെ കുണ്ടൂർ ചാമണ്ടിയാ, കുണ്ടൂർ ചാമണ്ടിയുടെ പുറപ്പാടുകളും കഴിഞ്ഞിട്ട് നമ്മ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇനി രാത്രി വീണ്ടും തെയ്യം കാണാൻ പോകുന്ന വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗൈസ്. അപ്പൊ കുക്കും അമ്മയും മുമ്പിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മ തെയ്യെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ തെയ്യെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ അമ്മാവന്റെ വളപ്പിലേക്ക് കൂടിയാണ് നടക്കുന്നത്.